ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വീക്ക്ലി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എങ്ങനെയാണ് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നുള്ളത് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അതങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ജോലിയൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ കിച്ചണിൽ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മൊത്തത്തിൽ കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോവല്ലേ. ലൈക്കും കൂടി ഇപ്പം തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരാഴ്ചയിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരാഴ്ച കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാതും ഞാൻ ഫ്രിഡ്ജിലേക്ക് ഡയറക്റ്റ് വെക്കാറില്ല. ഇതുപോലെ ഇങ്ങനെ കഴുകിയിട്ട് റെഡിയാക്കിയിട്ടാണ് വെക്കൽ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് വിനീഗർ, വെള്ളത്തിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചതിന് ശേഷം അതിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും സലാഡ് സ്പിന്നറിൽ ഇട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യത്തിനൊന്ന് പോയി കിട്ടും. അതിനുശേഷം ഇതുപോലെയുള്ളൊരു ക്ലോത്ത് ഇങ്ങനെ വിരിച്ചിട്ട്, കിച്ചണിൽ യൂസ് ചെയ്യുന്ന ക്ലോത്തില്ലേ, ഞാനിതിങ്ങനെ കൂടുതലും വെജിറ്റബിൾസൊക്കെ ഡ്രൈ ആക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യൽ. അതൊന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നിരത്തി കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും. കാര്യം നമ്മൾ ഓൾറെഡി ഇത് സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെയും കൂടി ഒന്ന് ആക്കി എടുക്കുമ്പോഴേക്ക് നല്ലോണം വെള്ളം തോർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ആദ്യം ഈ ബ്രിഞ്ചോളില്ലേ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇന്ത്യൻ ഇതില്ലേ ബ്രിഞ്ചോളാണ്. ഇതിൻ്റെ ഈ ഒരു വാലിങ്ങനെ നീണ്ടിരിക്കുമല്ലോ, അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ഒരു വാലിൻ്റെ ഭാഗം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചിട്ട് ആ ഒരു അതിൻ്റെ ഗ്രീൻ കളറിലിരിക്കുന്ന ഭാഗമല്ലേ അതെടുത്ത് കളഞ്ഞിട്ട് പീസസ് ആക്കി അങ്ങനെ കട്ട് ചെയ്ത് ബ്രിഞ്ചോൾ ഞാൻ സ്റ്റോർ ചെയ്യലില്ല. അത് പെട്ടെന്ന് ഒരു കറുത്ത കളറ് വരും, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ ആ ഒരു ഫ്രഷ്നെസ്സും പോവും. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ആക്കിയിട്ട് ഇതുപോലത്തെ സിപ്പ് ലോക്കിലാക്കിയിട്ട് അങ്ങനെയാട്ടോ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സിപ്പ് ലോക്കിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പയറല്ല, ഈ ഒരു ബീൻസ് ഇല്ലേ, ഇതിൻ്റെ ക്ലസ്റ്റർ ബീൻസ് എന്നെല്ലാം പറയുന്ന ഈ ഒരു ബീൻസ്, ഇത് ഞാൻ വാങ്ങിക്കലുണ്ട് കേട്ടോ. ഇത് ഞാൻ സാധാരണയായിട്ട് അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കലുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അരിഞ്ഞെടുക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുള്ളൂ ഇങ്ങനെ രണ്ടായിട്ട് അങ്ങനെ. അതിനുശേഷം ഇത് ഞാൻ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഉപ്പേരി പോലെ ആക്കി എടുക്കൂട്ടോ. അതിവിടെ എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊരു 2 പാക്കറ്റൊക്കെ വാങ്ങിക്കലുണ്ട്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ച് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. ഇത് പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല കേട്ടോ. ഞാൻ മറ്റേ ആ ഒരു ബീൻസും കൂടിയിട്ട് അതിൻ്റെ 2 സൈഡും, അതിൻ്റെ ഒരു സൈഡിൽ നാര് പോലെ ഉണ്ടാവുമല്ലോ ഈ ബീൻസിൻ്റെ ഒക്കെ സൈഡിൽ, അതും കൂടി കളഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 തരത്തിലുള്ള ബീൻസും, ഈ ബീൻസും പിന്നെ നമ്മുടെ മറ്റേ ആ ഫ്രഞ്ച് ബീൻസ് ഇല്ലേ, ഇതാ ഇതും അതിൻ്റെയൊക്കെ ആ നാര് പോലത്തെ സാധനം 2 സൈഡിൽ നിന്നുള്ളത് കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ഞാൻ കട്ട് ചെയ്യില്ല കേട്ടോ, ഇതും ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുക. പിന്നെ ഈ ക്ലസ്റ്റർ ബീൻസ് ഇതാ ഇതുപോലെ ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കോവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ 2 എഡ്ജും ഞാൻ കട്ട് ചെയ്ത് കളയണില്ല, ഇങ്ങനെ തന്നെ സിപ്പ് ലോക്കിലൊക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വന്നൊരു കറ വരും കേട്ടോ. അത് പിന്നെ നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ ആ ഒരു പാക്കറ്റുമ്പോൾ മൊത്തമായിട്ട് അതുപോലെ തന്നെ ബാക്കി മൊത്തത്തിൽ ആ കോവയ്ക്കുമ്പോൾ മൊത്തം ആ കറയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ കോവയ്ക്ക ഇങ്ങനെ സ്ലൈസ് ചെയ്തും ഞാൻ വെക്കില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആദ്യത്തെ 1, 2, 3 ദിവസത്തേക്ക് എടുക്കാനുള്ളതാണെങ്കിൽ ഇപ്പോൾ ചെയ്ത് വെക്കാം. പക്ഷെ ഞാനിത് കുറച്ച് ഇതിന് ശേഷം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കോവയ്ക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ കട്ട് ചെയ്യണില്ല, കഴുകി വൃത്തിയാക്കി മാത്രം സ്റ്റോർ ചെയ്യാണ്. പിന്നെ ഈ ബീൻസൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ 2 സൈഡ് മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ, എന്നിട്ടാണ് സ്റ്റോർ ചെയ്യണത് കേട്ടോ. ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ബീൻസൊക്കെ നമ്മളിങ്ങനെ ഇപ്പം നമ്മൾ തോരൻ ഉണ്ടാക്കാനുള്ള പാകത്തിനൊക്കെ അരിയില്ലേ, അങ്ങനെ അരിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം വരെ നല്ല ഫ്രഷ് തന്നെയായിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം ഇത് എന്താ പറയുക, കുറച്ചൊന്ന് ആ ഫ്രഷ്നെസ്സൊക്കെ ഒന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബീൻസൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്
ആദ്യത്തെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എടുക്കാനുള്ളത്. അല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്യില്ല, നന്നായിട്ട് വൃത്തിയാക്കി എഡ്ജസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലത്തെ സിപ്പ് ലോക്കിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ. അതിനുശേഷം ബീൻസിൻ്റെ തോരനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ സ്ലൈസിങ് ബ്ലേഡ് ഇല്ലേ, അതിട്ടിട്ട് സ്ലൈസ് ചെയ്തെടുക്കും. പെട്ടെന്ന് കിട്ടും. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ സ്ലൈസിങ് ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ കൈ കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും ഇത് എളുപ്പമാണ്, ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബീൻസ് ഒന്നും ഞാൻ അങ്ങനെ അരിഞ്ഞ് സൂക്ഷിച്ച് വെക്കില്ല. പിന്നെ വെണ്ടക്കായ ഞാൻ കട്ട് ചെയ്ത് വെക്കില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഗം പോലെ അതിൽ നിന്ന് വരുന്നൊരു സാധനമില്ലേ, വെള്ളക്കേൻ്റെ ആ ഒരു കൊഴുപ്പ് എന്തോ സാധനമില്ലേ, അത് അപ്പാടെ ആയിട്ട് കൊളായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതും ചെയ്യില്ല കേട്ടോ. അതും അരിഞ്ഞ് സൂക്ഷിക്കില്ല. ഇങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കി സിപ്പ് ലോക്കിലാക്കിയിട്ട് സൂക്ഷിക്കുക ചെയ്യാം. ചില സമയത്ത് ഞാനിങ്ങനെ സിപ്പ് ലോക്കിലാക്കുന്ന സമയത്ത് അതും ഒരു ടിഷ്യൂ കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇത്തവണ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് നാൾ കൂടുതൽ വെക്കാനുള്ളതാണെങ്കിൽ ടിഷ്യൂ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ടിഷ്യൂ ഇട്ട് കൊടുക്കണ എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അബ്സോർബായി കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം ടിഷ്യൂ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ നമ്മുടെ അവിയലിനുള്ള എന്താ പറയുക, വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ഒരു കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സാമ്പാറിനുള്ളതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഞാനത് അങ്ങനെ വെക്കലില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് എടുക്കണം. അത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഇപ്പം എന്താ പറയുക, ആകെ എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു ഫ്രഷ്നെസ് എന്തായാലും പോയിട്ടുണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇതൊന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇന്നിപ്പോൾ കട്ട് ചെയ്തിട്ടിപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ എടുക്കാനാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് പൊട്ടിയായിട്ടുണ്ടാവും. അത്ര ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലും ഭേദം ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാട്ടോ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാ പീസസും ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓരോ പാക്കറ്റിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കും. അവിയൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെയാ ചെയ്യുക. അല്ലാണ്ട് ഓരോന്നിൻ്റെയും കൂട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ വെക്കലില്ല. വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് വർക്കായിട്ടില്ല. പിന്നെ ചിലർക്കത് ഓക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞതാട്ടാ. ചെയ്യുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല. റെഡിയാക്കി എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കുകയാണ്. അത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ആ ഒരു സെക്ഷനില്ലേ, ആ ഒരു അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സിപ്പ് ലോക്കിൽ ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തക്കാളി ഞാനിതുപോലെ വിനീഗർ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കഴുകിയെടുക്കുന്നത് ചെറി ടൊമാറ്റോസും ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു ബൗളിലിട്ടിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അതിനുശേഷം ഇതൊരു സാലഡ് സ്പിന്നറാണ്. അപ്പോൾ ഇതിലിട്ടിട്ടാൽ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ പറഞ്ഞില്ലേ ഡ്രൈ ആക്കി എടുക്കും എന്നുള്ളത്, ഇങ്ങനെ ചെയ്യാട്ടോ ഞാൻ. അപ്പോൾ അതാ ചെറി ടൊമാറ്റോസും ചെറിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്ത് എടുക്കുന്നുണ്ട്.
പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാങ്ങയില്ലേ, ഇത് ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയതാ. ഇത് എന്താ ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതിങ്ങനെ ഉരുണ്ടിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എനിക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടായത്. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ സ്റ്റോർ ചെയ്ത് അവിടെ ഞാൻ ചെല്ലുമ്പോൾ അത് അവർ പാക്കറ്റ് പൊട്ടിച്ചിടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ എല്ലാവരും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ കഴിച്ചപ്പോൾ നല്ല മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതിനിടയ്ക്ക് ടൊമാറ്റോസൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക ചെയ്ത് അതിലുള്ള വെള്ളമൊക്കെ. അതിനുശേഷം അതും കൂടി ഒന്ന് ആ കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചെറി ടൊമാറ്റോസും കൂടി ഒന്ന് സ്റ്റോർ ചെയ്യാനുണ്ട്. അത് ഞാനിങ്ങനെ സിപ്പ് ലോക്കിലാട്ടോ സ്റ്റോർ ചെയ്യുക. ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഈ ചെറിയൊക്കെ ഇവിടെ മോൾക്കൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജൊക്കെ എപ്പോഴും നല്ല ഭംഗിയിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആകെ വാരി വലിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. എല്ലാതും കൂടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേപോലെ കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈസി ആയിരിക്കും, പെട്ടെന്ന് കൊണ്ട് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. പക്ഷെ പിന്നീട് ജോലി ഭാരം കൂടുതലായിരിക്കില്ലേ. അത് കഴിക്കാൻ നേരത്തായാലും കഴുകിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോ വെജിറ്റബിൾസും അങ്ങനെ കഴുകിയൊക്കെ എടുക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട്. പക്ഷെ അധികവും ഞാനിങ്ങനെ കഴുകി തന്നെയാണ് സൂക്ഷിക്കൽ. അങ്ങനെ ചെയ്യലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും കഴുകിയിട്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ എഡ്ജസ് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കില്ല. അത് ചില സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ടൈം കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബീൻസ് ഒന്നും അതിൻ്റെ എഡ്ജസ് ഒന്നും കളയാനൊന്നും നിൽക്കില്ല. അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുക. അങ്ങനെയും ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ അധികവും ചെയ്യൽ ഇങ്ങനെ തന്നെയാണ്. ഇതാകുമ്പോൾ ആ ഒരു ദിവസം നമുക്ക് കുറച്ച് ജോലി ഉണ്ടാവുമെങ്കിലും പിന്നീട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലായിടത്ത് നമുക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഈ നാരങ്ങ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് വീട്ടിലെ കുക്കിംഗ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മുരിങ്ങക്കോല് അതിൻ്റെ ആ ഒരു കഴുകിയതിന് ശേഷം അതിൻ്റെ ആ ഒരു തോല് കുറച്ചൊന്ന് കളഞ്ഞതിന് ശേഷം അതും കൂടി ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെൽ പെപ്പേഴ്സൊക്കെ ഞാൻ മുമ്പ് സ്റ്റോർ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതെപ്പോഴും കഴുകിയിട്ട് ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ടാണ് ഞാൻ വെക്കുക. അതിൽ പക്ഷെ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ചീഞ്ഞ് വരാൻ തുടങ്ങും. അതുകൊണ്ട് അതിൽ ഒട്ടും വെള്ളമില്ലാണ്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 കളറിലുള്ള ബെൽ പെപ്പേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ വെജിറ്റബിൾസ് ഓരോ കറിക്കും ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്ത് അങ്ങനെ സ്റ്റോർ ചെയ്താൽ അത് പെട്ടെന്ന് കേട് വരും എന്ന് 2-3 ദിവസത്തിനുള്ളിൽ എടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അല്ല ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നതെങ്കിൽ എത്രയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത് പൊട്ടയായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കുന്ന സമയത്തില്ലേ അതിൽ ചേനയൊക്കെ ചേർക്കുമല്ലോ, ചേനയൊക്കെ അവിയലിലേക്ക് ഇടുമല്ലോ. അപ്പോൾ ആ ചേനൻ്റെയൊക്കെ ഒരു കറുത്ത കളറൊക്കെ വരും നമ്മൾ എത്ര സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും. ഇനി അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്തിട്ട് വെച്ചാൽ മതി ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത് ട്രൈ ചെയ്ത് നോക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് ഓക്കെ കിട്ടിയാലും ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രഷ്നെസ്സൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും, ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് മറ്റേതിനേക്കാൾ ഈസി എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ പാക്കറ്റിൽ നിന്നും ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ അവിയലിന് ആവശ്യമുള്ള പടവലങ്ങയും നമ്മുടെ ക്ലസ്റ്റർ ബീൻസും അതുപോലെ പൊട്ടാറ്റോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേറെ ഇതിൽ നിന്ന് എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ മറ്റതിനേക്കാളും ഫ്രഷ്നെസ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്തത്. ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷം ഉള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതാ ബെൽ പെപ്പേഴ്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് വെള്ളം തീരെ ഇല്ലാണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കവറിലേക്ക് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ബൾക്കി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അത് ഞാനിങ്ങനെ
ക്ലിംഗ് റാപ്പില്ലേ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കഴുകിയതാണിത്. കഴുകിയിട്ട് അതിൻ്റെ അപ്പോൾ ആ ഒരു പംകിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ ആ സീഡ് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ആ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന സെക്ഷനില്ലേ അവിടേക്ക് വെക്കും. അങ്ങനെയാണ് ചെയ്യുക. പംകിനൊന്നും ഞാൻ കട്ട് ചെയ്ത് വെക്കുകയില്ല കേട്ടോ ഒരിക്കലും. പിന്നെ അഥവാ കട്ട് ചെയ്ത് വെച്ചാൽ അത് ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഈ ആഴ്ച ഞാനത് പെട്ടെന്ന് എടുക്കാൻ ഉദ്ദേശിക്കണില്ല. ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്യണില്ല. പക്ഷേ കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷമാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിലേക്ക്. അതുപോലെ തന്നെ ക്യാബേജും ചോപ്പ് ചെയ്ത് വെക്കണില്ല, ഇങ്ങനെ തന്നെ വെക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കാനുള്ള സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടുമല്ലോ. പിന്നെ ഉള്ളിയൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അധികവും വാങ്ങിക്കാനുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വെക്കേഷനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന അത്യാവശ്യം എല്ലാം തീർത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം തിരിച്ചു വന്ന ഉടനെ ഉള്ളിയൊക്കെ സാധാരണഗതിയിലൊക്കെ ആണെങ്കിൽ ഉള്ളിയൊക്കെ എല്ലാ ആഴ്ചയും ബാലൻസ് ഉണ്ടാവും. പക്ഷേ ഈ ആഴ്ച ഒന്നും അല്ല, ഈ ഒരു ഇത് ചെയ്യണ സമയത്തൊന്നുമില്ല, ബാക്കിയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോയാൽ. വെളുത്തുള്ളി മാത്രം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം വാങ്ങിച്ചതിൻ്റെ. ഈ ഉള്ളിയൊക്കെ സ്റ്റോർ ചെയ്യണ സമയത്തില്ലേ, ഇതിപ്പോൾ കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആ തോലൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കുന്ന തോലൊക്കെ ഉണ്ടല്ലോ, ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യണത്. ഇല്ലെങ്കിൽ ആകെ ഒരു മെസ്സപ്പായിട്ടാണ് ഉണ്ടാവുക. ഒരു സ്റ്റാൻഡുമ്പോൾ അതിൻ്റെ തോലെല്ലാം ഇളകിയിട്ട് ആകെ ഒരു കൊളായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അതിങ്ങനെ പറക്കും ചെയ്യും അവിടെ ഇവിടെയൊക്കെ. അത് കാരണം ഞാനതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൽ. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് കുറച്ചൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇഞ്ചി ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. അതിന് മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഇത് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ പോയി കിട്ടൂട്ടാ. എന്നിട്ട് ഉണക്കിയെടുത്താൽ മതിയല്ലോ. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതാ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചോപ്പ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ അത് ചെയ്ത് വെക്കലുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര മാത്രമേ ഞാൻ ചെയ്ത് വെക്കലുള്ളൂ. ഒരാഴ്ച കൂടുതലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊട്ടമണം വരും കേട്ടോ. അത് നമുക്ക് എത്ര ഏറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കിഷ്ടമല്ല. എൻ്റെ കാര്യം പറഞ്ഞതാട്ടോ, എനിക്ക് അതിൻ്റെ ആ മണം ഇഷ്ടമല്ല. അതുപോലെ തന്നെ അത് കറിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഫ്ലേവർ, ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെ ആ ഫ്ലേവർ പോയിട്ടുണ്ടാവും. അപ്പം ഞാനെന്തായാലും ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് റെഡിയാക്കി വെക്കലുള്ളൂ. റെഡിയാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പിന്നെ ഫ്രീസ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. ഫ്രീസ് ചിലർ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുമല്ലോ, അത് കുറേ നാളിരിക്കും, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്കുണ്ട് വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയാണ് ചെയ്ത് വെക്കുക. അധികം ഉണ്ടാക്കി വെക്കലില്ല. എനിക്ക് അത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അത് ചെയ്ത് വെക്കാത്തത്. പക്ഷെ ഒരാഴ്ചയൊക്കെ ഒരു 7 ദിവസത്തെ കുറവൊക്കെ കുഴപ്പമുണ്ടാവില്ല എന്നല്ല, ഞാൻ ചെയ്യലുണ്ട്. പിന്നെ അത് ചെയ്ത് വെക്കാനും ഈസിയാണല്ലോ. നമ്മുടെ അടുത്തൊരു ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമാണ് ചെയ്ത് വെക്കുള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി വെക്കലുള്ളൂ. അതിൽ കൂടുതൽ അങ്ങനെ വെക്കലില്ല. മുന്നേ വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് എന്താ കേട് വന്നില്ലെങ്കിലും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ ട്രേമ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അത് നല്ലതായിരിക്കും കേട്ടോ, അത് കുഴപ്പമുണ്ടാവും തോന്നില്ല. പക്ഷേ ഈ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ കൂടുതലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല, ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യലില്ല. ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചെയ്യണില്ല. കാര്യം എൻ്റെ അടുത്ത് കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ. ഞാൻ ഇന്നലെ അതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 4-5 ദിവസത്തേക്കുള്ളത് ഇനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യണില്ല. അപ്പോൾ ചോപ്പ് ചെയ്ത് വെക്കാനുള്ളത് മാത്രമാണ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇഞ്ചി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയില്ലേ, അതും തോല് കളഞ്ഞിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഞാൻ സിപ്പ് ലോക്കിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ചും കൂടി തോല് കളഞ്ഞ് വെക്കാനുണ്ട്. അതും ഞാൻ ഒരാഴ്ചക്കുള്ളിലേക്കുള്ളത്. വെളുത്തുള്ളി ഞാൻ അധികവും അങ്ങനെ തോല് കളഞ്ഞിട്ട് ഒരു 10 അല്ലിയൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യലുള്ളൂ. എനിക്ക് സ്റ്റോർ ചെയ്താലും എനിക്കതിൻ്റെ ആ ഒരു മണം ചിലപ്പോൾ ഒക്കെ നമ്മൾ സിപ്പ് ലോക്കിലൊക്കെ ആക്കിയാലും അല്ലെങ്കിൽ എനിക്കത് ഫ്രിഡ്ജിലൊക്കെ സ്പ്രെഡ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഞാനത് തെറ്റാണെന്നല്ല, ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എനിക്കുള്ള അനുഭവം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ കരുതാൻ പാടില്ല. അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു പൊട്ട മണം അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാൻ നന്നാക്കി വെച്ചാലും ഒരു 10 അല്ലി മാക്സിമം അത്രയൊക്കെ നന്നാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ, പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് മാത്രം. അത് പിന്നെ പീൽ ചെയ്ത് വെക്കാൻ ഈസിയാണല്ലോ. എന്താ പറയുക, വെളുത്തുള്ളിയൊക്കെ ഒരു 10 അല്ലി വെളുത്തുള്ളീൻ്റെ തൊലി കളയാനൊന്നും അത്ര പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ തീരുന്നതനുസരിച്ചിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യും, അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഇതാ വെളുത്തുള്ളി ഞാനിതുപോലെയുള്ള ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇത്രയും കുറവ് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കത് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നല്ലോണം ഒരാഴ്ച നിൽക്കും ഓരോന്നൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതിൽ കൂടുതൽ ഉള്ളത് ഞാനിനി ഇത് തീരുമ്പോഴേ ചെയ്ത് വെക്കുള്ളൂ. ഒരാഴ്ച കൂടുതലുള്ളത് ഞാൻ ചെയ്ത് വെക്കലില്ല. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തൊന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഈസിയാണ്, പക്ഷേ ഒരുപാട് നാളത്തേക്ക് ചെയ്ത് വെക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരാഴ്ചയിലേക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഇനിയുള്ള വരുന്ന വീഡിയോകളിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റും ഒന്നും ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.